നമസ്കാരം. മലമ്പുഴ ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക് റൂഫ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാം. The roof is the uppermost part of the building, which is constructed in the form of framework to give protection to the building against rain, heat, wind and snow. A roof consists of structural elements provided at the top of building for the support of roof covering. The roof and roof covering receives the rain, snow directly. ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ മുകൾ ഭാഗത്ത് മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് ഉണ്ടാക്കുന്നത്. മഴ, അതുപോലെ തന്നെ ചൂട്, കാറ്റ്, മഞ്ഞ് ഇന്നെല്ലാം ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ റൂഫിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ടോപ്പ് സൈഡിലുള്ള റൂഫ് കവറിംഗ് ആണ്. അത് പല രീതിയിലായിരിക്കാം. സ്ട്രക്ചറലായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീം അല്ലെങ്കിൽ ട്രസ് വർക്ക് അല്ലെങ്കിൽ സ്ലാബ് ഇതുപോലുള്ള റൂഫിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് കവർ ചെയ്ത് ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂഫ് വർക്ക് ചെയ്യുന്നത്. ബിൽഡിങ്ങിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ നൽകുന്ന ഘടനാപരമായ മാറ്റം അല്ലെങ്കിൽ മേൽക്കൂരയിൽ ഉൾക്കൊള്ളിക്കുന്ന ഏതൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിങ് മെറ്റീരിയലായിട്ട് റെയിന്, സ്നോ, അതുപോലെ വിൻഡ്, ഹീറ്റ് ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നെല്ലാം ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂഫ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം. റിക്വയർമെൻറ്റ്സ് ഓഫ് എ റൂഫ്. റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ദി റൂഫ് ഷുഡ് ബി ഫയർ റെസിസ്റ്റൻറ്റ്. ഇതൊരു ഫയർ റെസിസ്റ്റൻറ്റ് കൂടിയാണ്. റെസിസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള റൂഫായിരിക്കണം. ദി റൂഫ് ഷുഡ് ബി തെർമലി ഇൻസുലേറ്റഡ്. ഇതിന് ഹീറ്റ് അതുപോലുള്ള റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ റൂഫിന് ഉണ്ടായിരിക്കണം. അതതിൻ്റെ റിക്വയർമെൻറ്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി റൂഫ് മസ്റ്റ് ഹാവ് ദി വാട്ടർ പ്രൂഫ് ക്വാളിറ്റി. ഇതൊരു വാട്ടർ പ്രൂഫ് ക്വാളിറ്റിയും കൂടി ആയിരിക്കണം ഈ റൂഫ്. വാട്ടർ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു പവറും കൂടി ഉണ്ടായിരിക്കണം, പ്രൂഫായിരിക്കണം. ദി റൂഫ് മസ്റ്റ് ഹാവ് ദി എബിലിറ്റി ടു പ്രിവെൻറ്റ് ഹീറ്റ്, റെയിൻ, എയർ എക്സെട്ര. ഇതിൻ്റെ എബിലിറ്റി, അതിൻ്റെ പ്രിവെൻഷൻ, ഇതിൻ്റെ ഹീറ്റിനും അതേപോലെ തന്നെ റെയിനും എയറും ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ഈ റൂഫിനുണ്ടായിരിക്കണം. ദി റൂഫ് മസ്റ്റ് ഹാവ് ദി കപ്പാസിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ടു ബെയർ ഹെവി വെയ്റ്റ്. ഇത് ഹെവി വെയ്റ്റ് താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള റൂഫ് കൂടി ആയിരിക്കണം. ഹെവി വെയ്റ്റ്, പല രീതിയിലുള്ള എഫക്റ്റുകൾ ഇതിന് മുകളിൽ വരുമ്പോൾ അതിന് താങ്ങാനുള്ള കഴിവും കൂടി ഈ കപ്പാസിറ്റിയും കൂടി ഈ റൂഫിന് ഉണ്ടായിരിക്കണം. ഈ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ റൂഫിംഗ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ റൂഫിംഗ് കൺസ്ട്രക്ഷനിലെ ടെക്നിക്കൽ ടേംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്പാനാണ്. ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇൻറ്റേർണൽ ഫേസ് ഓഫ് വാൾ ഓർ സപ്പോർട്ട്. ഇത് വയലറ്റ് ഏരോ മാർക്കിട്ട് കാണിച്ചത് സ്പാൻ എന്താണെന്ന്. ഇൻറ്റേർണൽ വാൾ ഫേസിൻ്റെ ലെങ്ത്താണ്. രണ്ട് വാളുകൾ തമ്മിലുള്ള ലെങ്ത്തിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ വാൾ ഫേസിലുള്ള ഗ്യാപ്പ്, ആ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, വയലറ്റ് ഏരോ മാർക്കിട്ട് സ്പാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത റൈസ്. ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ഓഫ് ദി റിഡ്ജ് ആൻഡ് വാൾ പ്ലേറ്റ്. അതും ആരോ മാർക്കിട്ട് വാൾ പ്ലേറ്റ് മുതൽ റിഡ്ജ് വരേക്കുള്ള ആ ലെങ്ത്തിനെയാണ് അല്ല ഹൈറ്റിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. അടുത്ത റിഡ്ജ്. എന്താണ് റിഡ്ജ്? എ വുഡൻ പീസ് പ്രൊവൈഡഡ് അറ്റ് ദി റിഡ്ജ് ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് കാൾഡ് റിഡ്ജ്. ഇത് ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. റിഡ്ജ്, ആ ഭാഗത്തിന് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ആ പീസിനെ നമ്മൾ റിഡ്ജ് പീസ് എന്നാണ് പറയുക. ഈ മേൽക്കൂര
ഏറ്റവും ഉയർന്ന നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. ഈ റിഡ്ജ് മുതൽ ആണ് ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. റിഡ്ജ് മുതൽ വാൾ പ്ലേറ്റ് വരെയുള്ള ഹൈറ്റിനാണ് റൈസ് നേരത്തെ പറഞ്ഞു, ആണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത പിച്ച്. ഈ ബിൽഡിങ്ങിൻ്റെ പിച്ച് പറഞ്ഞാൽ അതിൻ്റെ ചെരിവ് എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാം. ദി ഇൻക്ലൈനേഷൻ ഓഫ് സൈഡ്സ് ഓഫ് എ റൂഫ് ടു ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദി പിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഐദർ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓർ ആസ് റേഷ്യോ ഓഫ് റേസ് ടു സ്പാൻ. ഇതിൻ്റെ പിച്ച് എന്ന് പറഞ്ഞ ചെരിവ്, ആംഗിളാണ്. എങ്ങനെയാണെന്നാണ് നോക്കുക. ഇൻക്ലൈനേഷൻ ഓഫ് ദി സൈഡ്, ഇതൊരു റൂഫിൻ്റെ ഇൻക്ലൈനേഷൻ, ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഇൻക്ലൈനേഷനാണ് റൂഫിൻ്റെ. അതാണ് ഈ വയലറ്റ് ഏറോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നത്. ആംഗിളാണ്, അല്ലെങ്കിൽ റേഷ്യോ, അല്ലെങ്കിൽ ഡിഗ്രി, എത്രത്തോളം ചെരിവ് കാണുന്നുള്ള ഡിഗ്രി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ റൈസിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടോ ആണ്. അത് റിഡ്ജ് മുതൽ നമ്മുടെ ടൈ ബീം അല്ലെങ്കിൽ വാൾ പ്ലേറ്റ് വരെയുള്ള ഹൈറ്റും അതോടൊപ്പം തന്നെ ഈ വാൾ ഫേസിലുള്ള, അതായത് സ്പാനിൻ്റെയും കൂടി സൈസ് നോക്കിയിട്ട്, ലെങ്ത്ത് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ പിച്ച് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിച്ച് ആംഗിൾ അല്ലെങ്കിൽ ഡിഗ്രി സെറ്റ് ചെയ്യുന്നത്. എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത് ഇവാസാണ്. ദി ലോവർ എഡ്ജസ് ഓഫ് ദി ഇൻക്ലൈൻഡ് റൂഫ് സർഫേസ് ഈസ് കാൾഡ് ഇവാസ്. ഇതിവിടെ വയലറ്റ് ഏറോ മാർക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ചുമരിൽ നിന്നും ബാക്കി പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇവാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോവർ എഡ്ജിലാണ്, ലോവർ എൻഡിലായിട്ടാണ് ഈ പാർട്ട് വരുന്നത്. ഈ ഭിത്തി മുതൽ ഇതിൻ്റെ അറ്റം വരയ്ക്ക്, റാഫ്റ്ററിൻ്റെ അറ്റം വരയ്ക്കുള്ള ആ ലെങ്ത്താണ് ഇവിടെ ബ്ലൂ ലൈൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അത്രയും ലെങ്ത്തിനാണ് നമ്മൾ ഇവാസ് എന്ന് പറയുന്നത്. എ തിൻ ബോർഡ് ഓഫ് വുഡ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി ഈവ്സ് കവർ. ഇതിൻ്റെ എൻഡിലായിട്ടാണ്, കവേഴ്സ് ദി എൻഡ് ഓഫ് ദി കോമൺ ഡ്രാഫ്റ്റ് ഈസ് കോൾഡ് ഇവാസ് ബോർഡ്. ഇതിൻ്റെ എൻഡിൽ, ഈ കോമൺ ഡ്രാഫ്റ്ററിൻ്റെ എൻഡിൽ കവർ ചെയ്തുകൊണ്ട് ഒരു തിന്നായിട്ടുള്ളൊരു വുഡൻ പീസ് പ്രൊവൈഡ് ചെയ്ത് ഇതിനെ നമ്മൾ ഇവാസ് ബോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൂവാൽ പലക എന്നൊക്കെ പറയുന്നു. പല രീതിയിലും ഡിസൈൻ ചെയ്തിട്ടുള്ള തൂവാൽ പലകൾ, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദി റെയിൻ വാട്ടർ ഫ്രം ദി റൂഫ് സർഫേസ് ഡ്രോപ്പ് ഡൗൺ. മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോപ്സുകൾ താഴത്തേട്ട് ഒട്ടി വീഴുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇവാസ് ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഹിപ്പ് എന്താണെന്ന് നോക്കാം. ദി ആംഗിൾ ഫോംഡ് അറ്റ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ടു റൂഫ്സ് സ്ലോപ്പ് ആർ കാൾഡ് ദി ഹിപ്പ്. നേരത്തെ കാണിച്ചിരുന്ന ഹിപ്പ് എന്താണെന്നുള്ളത്, രണ്ട് ഇൻ്റർസെക്ഷൻ, രണ്ട് ആംഗിളിലായിട്ടുള്ള രണ്ട് റൂഫിൻ്റെ ആംഗിളിൽ വന്ന് ഫോം ചെയ്യുമ്പോൾ ഇൻ്റർസെക്ഷനാണ് ഈ ഹിപ്പ് എന്ന് പറയുന്നത്. പൊന്തി നിൽക്കുന്ന ഈ കോർണറിൽ വരുന്ന ഈ ഭാഗത്തിനാണ് ഹിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. ഇത് വയലറ്റ് ഏറോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നു. ഹിപ്പ് അവിടെയാണ് വരുന്നത്. ഉണ്ടോ? ഇൻ്റർസെക്ഷൻ ഓഫ് രണ്ട് റൂഫുകൾ കൂടി ചേരുന്ന ഭാഗത്തിനാണ് ഹിപ്പ് എന്ന് പറയുന്നത്. അടുത്ത് വാലി എന്ന് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് എ ഹിപ്പ്. ഹിപ്പിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഫോമാണ് ഈ വാലി എന്ന് പറയുന്നത്. താഴ്വര എന്നൊക്കെ പറയും. അതാണ് റിവേഴ്സാണ് ഇത്. ഹിപ്പിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് ദി റൂഫ് സർഫേസ് മേക്കിംഗ് എ എക്സ്റ്റേണൽ ആംഗിൾ ലെസ് ദാൻ 180 ഡിഗ്രി. ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ കുറവ് 180 ഡിഗ്രി കുറഞ്ഞായിട്ടാണ് ഈ ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇതിന് നേരെ ഹിപ്പിൻ്റെ റിവേഴ്സ് സെക്ഷനാണ് ഈ വാലി സെക്ഷൻ എന്ന് പറയുമ്പോൾ. രണ്ട് റൂഫുകൾ തമ്മിൽ കൂടി ചേരുന്ന ഭാഗത്തുള്ള ഇതാണ് വാലി വരുന്നത്. മറ്റേത് ഹിപ്പാണ്. അടുത്ത് ഹിപ്പ്ഡ് എൻഡ്. ഇറ്റ് ഈസ് ദി സ്ലോപ്ഡ് ട്രയാങ്കുലർ സർഫേസ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റൂഫ്. ഇതിൻ്റെ ഹിപ്പ്ഡ് എൻഡാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഹിപ്പ്ഡ് എൻഡ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത്. അടുത്ത് വെർജ് എന്താണെന്ന് നോക്കാം. അതും ഏറോ മാർക്കിൻ്റെ എൻഡ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് ഗ്യാബിൾ എൻഡ് എന്നാണ് പറയുന്നത്. ഈ പാർട്ടിന് അതിന് ഗ്യാബിൾ എൻഡ് എന്നാണ് പറയുന്നത്. ഇത് ഈ ഫിഗറിൽ കുറച്ചുകൂടി വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഗ്യാബിൾ എൻഡാണ് ഇങ്ങനത്തെ ഈ തരത്തിൽ കാണുന്ന ഫിഗറിനെ പറയുന്നത്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ സൈഡിനെ പറയുന്നത് ഗ്യാബിൾ എൻഡ്. ഈ ഭാഗത്ത് പൊന്തി നിൽക്കുന്ന ഭാഗത്തിന്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനാണ് കാണിച്ചിരിക്കുന്നത് ഗ്യാബിൾ, അല്ലെങ്കിൽ വെർജ് എന്ന് പറയുന്നത്.
ദി പാർട്ട് ഓഫ് ദി ടൈൽസിൻ്റെ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഓഫ് സ്ലാൻഡിങ് റൂഫ് പ്രൊജക്റ്റിംഗ് ഔട്ട്സൈഡ് ദി ഗാബിൾ പാർട്ട് ആർ നോൺ ആസ് വെർജ്. ഇതിൻ്റെ ഭിത്തിയിൽ നിന്നും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ടൈൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്, ഈ ഭാഗത്തിനെ നമ്മൾ വെർജ് എന്ന് പറയുന്നത്. ഈ ടൈൽ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് റിഡ്ജ് മുതൽ ഇവാസ് വരയ്ക്ക് പ്രൊജക്റ്റ് നിൽക്കുന്ന ആ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ് ബെർജ് ബോർഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കും. ഈ റിഡ്ജ് മുതൽ ഇവാസ് വരുന്ന ഈ ഭാഗത്തിന് ഈ വരുന്ന കവർ ഇത്രയും ലെങ്ത്തുള്ള ഭാഗത്തിനാണ് നമ്മൾ വെർജ് എന്ന് പറയുന്നത്. അടുത്ത് റിഡ്ജ് പീസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ വുഡൻ മെമ്പേഴ്സ് ഇൻ ദി ഫോം ഓഫ് എ ബീം ഓർ ബോർഡ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പീസാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ഫോം എ ബീമായിട്ടോ അല്ലെങ്കിൽ ബോർഡായിട്ടോ ഏറ്റവും ടോപ്പ് സൈഡിൽ കാണുന്ന ഭാഗത്തിനെ നമ്മൾ റിഡ്ജ് ലൈൻ എന്നാണ് പറഞ്ഞത്. ആ റിഡ്ജ് ലൈനിൻ്റെ ആ ഭാഗത്തിനെയാണ് നമ്മൾ റിഡ്ജ് പീസ് വെച്ചിട്ട് ഈ സാധനത്തിന് ഇതിലാണ് കണക്റ്റിംഗ് ദി കോമൺ ഡ്രാഫ്റ്റിൻ്റെ എല്ലാം എൻഡ് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തിന് നമ്മൾ ഹൊറിസോണ്ടൽ ഈ ഭാഗത്തിന് റിഡ്ജ് പീസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡ് അറ്റ് ദി ടോപ്പ് ഓഫ് എ റൂഫ് ട്രസ്. ഇറ്റ് ഈസ് സപ്പോർട്ടിംഗ് ദി കോമൺ ഡ്രാഫ്റ്റ് ഫിക്സ്ഡ് ടു ഇറ്റ്. ഈ അറ്റത്താണ്, ഈ റിഡ്ജ് പീസിൻ്റെ അറ്റത്താണ് എപ്പോഴും കോമൺ ഡ്രാഫ്റ്റ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അതാണ് കോമൺ ഡ്രാഫ്റ്റർ നോക്കാം. ഫിഗറിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. കുറേ കഴുക്കോൽ എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയും. ഇതാണ് കുറേ കാണിച്ചിട്ടുണ്ട്. ദീസ് ആർ ദി ഇൻക്ലൈൻഡ് വുഡൻ മെമ്പേഴ്സ് റണ്ണിങ് ഫ്രം ദി റിഡ്ജ് ടു ഇവാസ് മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മുകളിലുള്ള റിഡ്ജ് മുതൽ ഇവാസ് വരെയുള്ള താഴ്വര വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ. അങ്ങനെ എത്തി ഒറ്റ ലെങ്ത്തിൽ വരുന്ന പീസിനെയാണ് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. അത് ആരോ മാർക്കിട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ദി സപ്പോർട്ട് ദി ബാറ്റൺ ഓർ ബോർഡ്സ് ടു സപ്പോർട്ട് ദി റൂഫ് കവറിങ്. റൂഫ് കവർ ചെയ്യാനതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്റൺ പട്ടിക ഇതിൻ്റെ മുകളിൽ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോമൺ ഡ്രാഫ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോമൺ ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ മുതലാണ്, നമ്മുടെ റിഡ്ജ് പീസ് മുതൽ ഇവാസ് വരെയാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. എൻ്റെ ചിത്രം ഒന്നുകൂടി നോക്കിയാൽ വളരെ വ്യക്തമായി കാണിച്ചിട്ട് കോമൺ ഡ്രാഫ്റ്റർ ആസ് യൂസ്ഡ് അറ്റ് ദി സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ടു 45 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ രണ്ട് കോമൺ ഡ്രാഫ്റ്ററിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ മുതൽ 45 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് പർലിൻ എന്നാണ്. പർലിൻസ് ദി വുഡൻ പീസസ് വിച്ച് ആർ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓൺ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ടു ക്യാരി ദി കോമൺ ഡ്രാഫ്റ്റർ ആർ നോൺ ആസ് പർലിൻ. ഇതെന്തിനാണ്? ഇത് റിഡ്ജ് പീസിൻ്റെയും അതേപോലെ തന്നെ ഈ വാൾ പ്ലേറ്റിൻ്റെ ഇടയിൽ വരുന്ന ഒരു സപ്പോർട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പർലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത്രയും ലെങ്ത്തുള്ള കോമൺ ഡ്രാഫ്റ്ററിന് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും അത് നമുക്ക് സാഗിയുള്ള താഴ്ന്ന് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതൽ, ലോഡ് കൂടുന്തോറും അത് ഈ കോമൺ ഡ്രാഫ്റ്റർ താഴ്ന്ന് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലുണ്ടാവും. കാരണം ഈ കോമൺ ഡ്രാഫ്റ്റിൻ്റെ വിഡ്ത്തും തിക്നെസ്സും കുറയുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് താഴ്ന്നു വരാനും അതിന് ബലക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടയിലായിട്ട് റിഡ്ജ് പീസിൻ്റെ വാൾ പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് അഡീഷണൽ ആയിട്ടൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഏരോ മാർക്കിട്ട് രണ്ട് സൈഡിലും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്തതിനാണ് പർലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടായിട്ടുള്ള ലെങ്ത്തുള്ള കോമൺ ഡ്രാഫ്റ്റും ഉപയോഗിക്കാം. ഒരുപാട് ലെങ്ത്തുള്ള ഏരിയകളിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഒറ്റ പീസുള്ള കോമൺ ഡ്രാഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള പീസുകൾ ഇതിൽ അനുവദിക്കാവുന്നതാണ്. ഇതാ ഇവിടെ വളരെ കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചിട്ട് ഇത് വുഡൻ പീസ് വിച്ച് ആർ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ടു ക്യാരി ദി കോമൺ ഡ്രാഫ്റ്റ് ആസ് നോൺ ആസ് പർലിൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് പിക്ചറിൽ തന്നെ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. റിഡ്ജ് പീസ് കാണിച്ചിട്ടുണ്ട്, റാഫ്റ്റർ കാണിച്ചിട്ടുണ്ട്, പർലിൻ ഇതിൻ്റെ ഇടയിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് പർലിൻ ഇതിൻ്റെ അഡീഷണൽ സപ്പോർട്ട് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹിപ്പ് റാഫ്റ്റർ ദീസ് ആർ ദി സ്ലോപ്പിംഗ് റാഫ്റ്റേഴ്സ് which form the hip of a sloped roof. The rafter run diagonally from the ridge to corner of the wall to support the roof covering. They receive the end of the purlin and end of the jack rafter. ഈ ഹിപ്പ് റാഫ്റ്റർ എന്ന കോമൺ റാഫ്റ്ററിൻ്റെ
ഓപ്പോസിറ്റാണ്. അതായത് ഓപ്പോസിറ്റ് മീൻസ് ഇതിനേക്കാട്ടിലും ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു പീസാണ് ഹിപ്പ് റാഫ്റ്റ്. ഇൻ്റർസെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സൈഡിലുള്ള റൂഫുകൾ കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് ഇൻ്റർസെക്ഷൻ. ഈ ഭാഗത്ത് വരുന്ന ഡയഗണലായിട്ട് വരുന്ന ഈ പീസിനെയാണ് നമ്മൾ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. കോർണറിലായിട്ടാണ് വരുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് വാളിലാണ്. ഹിപ്പ് മുതൽ അല്ലെങ്കിൽ റിഡ്ജ് പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? വാൾ പ്ലേറ്റിൽ. അടുത്ത വാൾ പ്ലേറ്റാണ് അറ്റത്ത് കോർണറായിട്ട് വരുന്നത്. ഈ ഭാഗത്ത് ഡയഗണലായിട്ട് വരുന്ന ഭാഗത്തിനാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ പർലിനും ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നു പോകും. അതേപോലെ തന്നെ ജാക്ക് റാഫ്റ്റ്, ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ള റാഫ്റ്ററുകൾ, കഴുക്കോലുകൾ ഇതിലാണ് സാധാരണ വരിക. അടുത്ത പിക്ചറിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഏറ്റവും സെൻറ്ററിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഹിപ്പ് റാഫ്റ്റർ റൺ ഡയഗണലി ഫ്രം ദി റിഡ്ജ് ടു ദി കോർണർ ഓഫ് വാൾ ടു സപ്പോർട്ട് ദി റൂഫ് കവറിങ്. റൂഫ് കവറിങ്ങിന് വേണ്ടി കോർണറിൽ വരുന്ന ഭാഗത്തിനാണ് ഈ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ദേ റിസീവ് ദി എൻഡ് ഓഫ് ദി പർലിൻ ആൻഡ് ദി എൻഡ് ഓഫ് ദി ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ജാക്ക് റാഫ്റ്റർ ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള ലൈനത്തിനാണ് നമ്മൾ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഈ മുകളിൽ നിന്നും റിഡ്ജ് മുതൽ ഈ വാൾ പ്ലേറ്റ് വരെയുള്ള ഈ പീസിനാണ് നമ്മൾ സാധാരണ റാഫ്റ്റർ എന്ന് പറയുന്നത്, കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോർണറിൽ വരുന്ന ഡയഗണലായിട്ട് വരുന്ന പീസിനെ നമ്മൾ ഹിപ്പ് റാഫ്റ്റർ എന്നും പറയുന്നു. അടുത്ത ജാക്ക് റാഫ്റ്റർ എന്താണെന്ന് നോക്കാം. ഈ ഷോർട്ടായിട്ടുള്ള ലെങ്ത്ത് കുറഞ്ഞുള്ള ഈ റാഫ്റ്റേഴ്സിനെയാണ് നമ്മൾ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ദീസ് ആർ ദി റാഫ്റ്റർ ഷോർട്ടർ ഇൻ ലെങ്ത്ത് ദാൻ കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്ററിനേക്കാളും ലെങ്ത്ത് കുറഞ്ഞൊരു പീസാണ്. കണ്ടോ, ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ജാക്ക് റാഫ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നായിരിക്കും? ഒന്നില്ലെങ്കിൽ ഹിപ്പ് റാഫ്റ്റർ അല്ലെങ്കിൽ വാലി റാഫ്റ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വരെ വരുന്നത്? ഈ വാൾ പ്ലേറ്റ് വരെ വരുന്ന ഈ പീസിനെയാണ് നമ്മൾ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഷോർട്ടായിട്ടുള്ള ലെങ്ത്ത് കുറഞ്ഞ ഈ പീസിനെ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ലെങ്ത്ത് കൂടിയതിനെ കോമൺ റാഫ്റ്റർ എന്ന് പറയും. അടുത്ത് വാലി റാഫ്റ്റർ. നേരത്തെ പറഞ്ഞ അതേ തന്നെ ഹിപ്പ് റാഫ്റ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഇൻ്റർസെക്ഷൻ, ഓപ്പോസിറ്റ് റിവൈസ്ഡ് ഇൻ്റർസെക്ഷനാണ് ഈ വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. ദീസ് ആർ ദി സ്ലോപ്പിംഗ് റാഫ്റ്റർ വിച്ച് റൺ ഡയഗണലി ഫ്രം ദി റിഡ്ജ് ടു ഇവാസ്. ഇവാസ് വരെ, റിഡ്ജ് മുതൽ ഇവാസ് വരെ ഈ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഈ വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇവാസ് ഫ്രം സപ്പോർട്ടിങ് വാലി ഗട്ടർ. വെള്ളം ഒഴുകി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗട്ടറും കൂടി ഉണ്ടാവും. അത് ആ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വാലി അല്ലെങ്കിൽ താഴ്വര. ഈ കോർണറിൽ വരുന്ന ഭാഗത്ത് ഇൻ്റർസെക്ഷൻ, റിവേഴ്സ്ഡ് ഇൻ്റർസെക്ഷനാണ് ഈ വാലി റാഫ്റ്റർ, വാലി എന്ന് പറയുന്നത്. അവിടെ വരുന്ന റാഫ്റ്ററിന് വാലി റാഫ്റ്റർ എന്ന് പറയും. കോടിക്കഴുക്കോൽ എന്നൊക്കെ പറയാറുണ്ട് സാധാരണ മലയാളത്തിൽ. അതാണ് ഈ വാലി റാഫ്റ്റർ. ദേ റിസീവ് ദി എൻഡ് ഓഫ് ജാക്ക് റാഫ്റ്റർ ഓൺ ബോത്ത് സൈഡ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ജാക്ക് റാഫ്റ്റർ, അതായത് ഷോർട്ട് ലെങ്ത് ഉള്ള ഇതിനെയാണ് നമ്മൾ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. അത് ഇതിലാണ് റിസീവ് ചെയ്യുന്നത്. അത് ഹിപ്പ് റാഫ്റ്ററിൻ്റെയും വാലി റാഫ്റ്ററിൻ്റെയും സെയിം ആയിരിക്കും. അതിലെല്ലാം രണ്ടിലും ഈ ഷോർട്ടായിട്ടുള്ള ലെങ്ത്തുള്ള ജാക്ക് റാഫ്റ്റർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത് ഈവ്സ് ബോർഡാണ്. ദീസ് ബോർഡ്സ് ആർ ഫിക്സ്ഡ് ദി ഫീറ്റ് ഓഫ് കോമൺ റാഫ്റ്റർ അറ്റ് ദി ഈവാസ്. ഇതിൻ്റെ കോമൺ റാഫ്റ്ററിൻ്റെ എൻഡിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിൻ്റെ എൻഡ് സൈഡ് കാണാതിരിക്കാൻ വേണ്ടി കവർ ചെയ്തുകൊണ്ട്, എല്ലാ കോമൺ റാഫ്റ്ററിനെയും കവർ ചെയ്തുകൊണ്ട് ഈ പീസ് പോകുന്നതിന് ഇവാസ് ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് ഓഫ് ദി ലോവർ മോസ്റ്റ് റൂഫ് കവറിങ് മെറ്റീരിയൽ റെസ്റ്റ് അപ്പ് ഓൺ ഇറ്റ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ റാഫ്റ്റർ എൻഡിലാണ് റെസ്റ്റ് ചെയ്യണത് ഈ സാധനം. അതോടൊപ്പം തന്നെ കവർ ചെയ്തിട്ട് കൊണ്ടാണ്, ഫുൾ സൈഡും കവർ ചെയ്തുകൊണ്ടാണ് ഈ പീസ് കടന്നു പോകുന്നതിന് ഇവാസ് ബോർഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി 25 mm വൈഡ് ആൻഡ് 25 mm തിക്നെസ് ഇൻ സൈസ്. ഇതിൻ്റെ സൈസും ഏകദേശം 25 സ്ക്വയർ ഉള്ള ഒരു പീസായിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ചിത്രത്തിൽ കാണാം, പല രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ആയിട്ടുള്ള ഇതാണ്. ഇതിന് തുവാൽ പലക എന്നാലും പറയാറുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കുറച്ച് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഇവാസ് ബോർഡാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത ബെർജ് ബോർഡ്. നേരത്തെ പറഞ്ഞു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഗാബിൾ എൻഡ് ഏരിയയിലേക്ക് ടൈല് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് ആ
എവിടെ റിഡ്ജ് പീസ് മുതൽ ഇവാസ് വരയ്ക്കുള്ള റണ്ണിങ് ആ ലെങ്ത്തിന് നമ്മൾ നേരത്തെ എന്താണ് വെർച്ച് എന്നാണ് പറഞ്ഞത്. ഈ വെർച്ച് ഭാഗം ഫുള്ളി കവേർഡ് നിൽക്കുന്ന ഭാഗത്തിനാണ്, കവർ ചെയ്ത് പോകുന്ന പീസിനാണ് വെർജ് ബോർഡ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി വുഡൻ ബോർഡ്സ്, ഇതൊരു വുഡൻ ബോർഡ്സ് ഓർ പ്ലാങ്ക്സ് ഫിക്സ്ഡ് ഓൺ ഗാബിൾ എൻഡ് ഓഫ് എ റൂഫ്. ദീസ് ബോർഡ് ആർ കണക്റ്റഡ് ദി എൻഡ് ഓഫ് റിഡ്ജ്, പർലിംഗ് ആൻഡ് വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് മുതൽ അല്ലെങ്കിൽ വാൾ പ്ലേറ്റ് മുതൽ എവിടെ റിഡ്ജ് വരയ്ക്ക് ത്രൂ ഔട്ടായി പോകുന്ന ഈ പീസിനെയാണ് നമ്മൾ വെർജ് ബോർഡ് എന്ന് പറയുന്നത്. വയലറ്റ് മാർക്ക് ഏറോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. ആ സൈഡ് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ്. ഇതിനെയാണ് വെർജ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത് വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് എന്താണെന്ന് പറയണ, ദീസ് ആർ ദി ലോങ് വുഡൻ മെമ്പേഴ്സ്. ഇതൊരു വുഡൻ മെമ്പറാണ് വിച്ച് ആർ എംബീഡഡ് ഓൺ ടോപ്പ് ഓഫ് വാൾ ടു റിസീവ് ദി കോമൺ ഡ്രാഫ്റ്റർ. നേരത്തെ പറഞ്ഞു ഈ റിഡ്ജ് മുതൽ ഈ കോമൺ ഡ്രാഫ്റ്റർ എവിടെ മുതൽ റിഡ്ജ് മുതൽ വാൾ പ്ലേറ്റ് വരെ, വാൾ പ്ലേറ്റ് വാൾ ഭിത്തിയുടെ മുകളിൽ കവർ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു പീസിനാണ്, ത്രൂ ഔട്ടായിട്ട് പോകുന്ന ഒരു പീസിനാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഉത്തരം എന്നൊക്കെ പറയാറുണ്ട്, പല മലയാളം വേർഡുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാലും ശരിക്കും ഇതിന് നമ്മൾ പറയുന്നത് വാൾ പ്ലേറ്റ്, വാളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന പ്ലേറ്റിനാണ് എംബീഡഡ് ദി ടോപ്പ് ഓഫ് ദി വാൾ റിസീവ് ദി കോമൺ ഡ്രാഫ്റ്റർ. കോമൺ ഡ്രാഫ്റ്റർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് വാൾ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏറോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. വുഡൻ മെമ്പറാണ്. വാൾ പ്ലേറ്റ്സ് ആക്ച്വലി കണക്ട് ദി വാൾ ടു ദി റൂഫ്. റൂഫ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റൂഫിൻ്റെ എല്ലാ കണക്ഷൻസും ഇതിൽ വരുന്നത് വാൾ പ്ലേറ്റിൻ്റെ മുകളിലാണ്. കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാളിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബോൾട്ട് ഉപയോഗിച്ചിട്ട് വാളിലേക്ക് ഈ വാൾ പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ദീസ് ആർ ദി ലോങ് വുഡൻ മെമ്പേഴ്സ് വിച്ച് എംബീഡഡ് എന്ന് പറയുന്നത് റിസീവ് ദി കോമൺ ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് പ്ലേറ്റ്. ദീസ് പോസ്റ്റ് പ്ലേറ്റ് ആർ സിമിലർ ടു ദി വാൾ പ്ലേറ്റ്. ദീസ് പ്ലേറ്റ്സ് റൺ കണ്ടിന്യൂസ് parallel to the face of the wall over the top of the post and support the rafter at their feet. സാധാരണ ഇതിൽ ഈ വാൾ പ്ലേറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ ഇത് കവർ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു പീസിനെയാണ് നമ്മൾ പോസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. വാൾ പ്ലേറ്റ് അതേ തന്നെയാണ്, അത് കണ്ടിന്യൂ ആയിട്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് സപ്പോർട്ടിങ് പീസിനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസ് കവർ ചെയ്തുകൊണ്ട് പോകുന്ന പീസിനെയാണ് നമ്മൾ പിന്നെ പോസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ബാറ്റൻ ആണ്. ബാറ്റൻസ് ആർ തിൻ വുഡൻ സ്ട്രിപ്പ്. ഇതൊരു വുഡൻ സ്ട്രിപ്പാണ്. സംടൈംസ് കോൾഡ് സ്കാറ്റ്ലിംഗ് എന്ന് പറയും. സ്കാറ്റ്ലിംഗ് എന്നാണ് പറയുന്നത്. ദി ബാറ്റൻ ആർ നെയിൽഡ് ടു ദി റാഫ്റ്റർ ഓർ സീലിംഗ്. ദേ സപ്പോർട്ട് റൂഫ് സീലിംഗ്. ഇത് റാഫ്റ്റർ പറഞ്ഞ പട്ടികയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റൂഫ് കോമൺ റാഫ്റ്ററിൻ്റെ മുകളിലായിട്ടാണ് ഈ സ്ട്രിപ്പ് ആണ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഒരു സീലിംഗ് ആയിട്ട് അടിവശത്ത് നമ്മൾ സീലിംഗ് ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടൈല് കവർ ചെയ്ത് നിർത്താൻ വേണ്ടി ടൈലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഷീറ്റോ എന്താണെങ്കിൽ അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലാണ് നെയിൽ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് നിർത്തുകയാണ്. ഇതിൻ്റെ മുകളിലാണ് കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ. അടുത്ത ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ആർ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ബ്ലോക്ക് of stone or concrete plate. They are placed under a beam or truss to spread the load over a large area of the wall. ടെംപ്ലേറ്റ് ഇതൊരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ റെക്ടാങ്കുലർ സ്ക്വയർ ബ്ലോക്കോ ആയിരിക്കും. കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റോണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്ലേറ്റ്. കാരണം എന്തിനാണ് ഈ വാൾ പ്ലേറ്റിൻ്റെ അടിയിലാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ ലോഡ് ഇടയിലായിട്ട് ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. ലോഡ് ഒരേ സമയം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. പ്രത്യേകമായിട്ട് ഇതിൻ്റെ ലോഡ് ഓവർലോഡ് വരുന്ന സമയത്ത് അതിന് എല്ലാ രീതിയിലേക്കും എല്ലാ സൈഡിലായിട്ടും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മൾ വാൾ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്ലീറ്റ് എന്താണെന്ന് നോക്കാം. ക്ലീറ്റ്സ് ആർ സ്മോൾ ബ്ലോക്ക് ഓഫ് wood or angle iron and they are fixed on the principal rafter of the truss. Plates are used to support or prevent the sliding of purlins. ഇത് എന്തിനു വേണ്ടിയാണ് ക്ലീറ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ
ഒരു സ്മോൾ വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ അയൺ ബ്ലോക്ക് ആയിരിക്കും. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പർലിൻ ഇതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ പർലിൻ വരുമ്പോൾ പർലിൻ മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലൈഡ് ചെയ്ത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുക. വുഡൻ്റെ ക്ലീറ്റ് ആവാം, അല്ലെങ്കിൽ അയണിൻ്റെ ആംഗിൾ അയണായിരിക്കാം, അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലാണ് നമ്മൾ പർലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പർലിൻ എങ്ങോട്ട് മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അടുത്ത ടെക്നിക്കൽ ടേംസാണ് ഡ്രാഗൺ ബീം. ദി ലോവർ എൻഡ് ഓഫ് എ ഹിപ്പ് റാഫ്റ്റർ ഈസ് ജനറലി സപ്പോർട്ടഡ് ഓൺ എ diagonal piece of wood which is laid across the corner of the wall. ഇത് ഭിത്തികൾ കോർണറിൽ വരുന്ന സ്ഥലത്താണ് ഈ ഡ്രാഗൺ ബീം കാണാറുള്ളത്. ഈ ലോവർ എൻഡിലാണ് ഹിപ്പ് റാഫ്റ്ററിൽ ഇത് ഉണ്ടാവുക. ഇതിൻ്റെ എൻഡ് ആ ആംഗിൾ ഫോം ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ആംഗിളിൽ, അതായത് ഇത് ലോഡ് വരുന്ന സമയത്ത്, ഇതിൻ്റെ മുകളിൽ നല്ല ലോഡ് വരുന്ന സമയത്ത് ഇത് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കണം. ആംഗിൾ കറക്റ്റ് ആംഗിളിൽ ഫോം ചെയ്ത് നിർത്താൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗൺ ബീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡയഗണൽ വുഡൻ പീസ് ഈസ് നോൺ ആസ് ഡ്രാഗൺ ബീം. ഈ ഒരു പീസിനെ കാണിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഡ്രാഗൺ ബീം എന്ന് പറയുന്നത്. സപ്പോർട്ടിങ് പീസാണ്. ഈ കോർണറിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള പീസിനെയാണ് നമ്മൾ ഡ്രാഗൺ ബീം എന്ന് പറയുന്നത്. രണ്ട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഏത് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, വാൾ പ്ലേറ്റ് തമ്മിലാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. താങ്ക് യു.